ക്രിസ്തീയ കീർത്തനങ്ങൾ 154 ഗീതം. അതിൻ്റെ ഒന്നും അവസാനത്തെയും ചരണങ്ങൾ പാടാവുന്നത്ര. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയങ്ങൾക്ക് കൃപ ചെയ്ത മശിഹാ രാജാവേ, നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അക്കാരോട് ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രശ്നത്തെ പരീക്ഷിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടമേ. ഇടുന്ന രാജശക്തിയുമാത്തു എന്നേ. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഉണർവിനെ സ്തുതിപ്പാൻ പാപത്തിന്റെ ഗാഠനിദ്രയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ നിന്റെ കരുണയെ വന്ദിപ്പാൻ മരണവും നാശവുമാകുന്ന ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ജീവിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടിരിക്കുന്നവനും നീ മാത്രമാകിയാൽ വിശുദ്ധിയോടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുന്ന മഹത്വമുള്ള മാലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടെ നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവിന് സ്തോത്രം ചെയ്യുകയും എന്നാൽ അവൻ നല്ലവനാകുന്നു. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുകയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്യുകയും
അവന്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശമുണ്ടാക്കുന്ന സ്തോത്രം. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിമേ വിരിച്ചതിന് സ്തോത്രം. അവന്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കുവാന് സ്തോത്രം. അവന്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കുവാന് സ്തോത്രം ചെയ്യുകയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തുവന് സ്തോത്രം. അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച സ്തോത്രം. അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജലത്തിനും ആഹാരം കൊടുക്കുന്നവനും സ്തോത്രം. അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്നായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എന്തെന്നാൽ അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിവരേക്കും തന്നെ ആമേൻ. ഉയർപ്പിന്റെ ക്രമം 173 പുറം. ദൈവമായ കർത്താവേ, തിരുവിഷ്ടത്താൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അടക്കപ്പെടുകയും നിന്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും കാബറിൽ നിന്ന് ജയത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും നിന്നോടുകൂടെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് തരികയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ദൈവമായ മിശിഹായി മഹത്വമുള്ള നിന്റെ ഉയർന്നേൽപ്പിന്റെ ഈ പെരുന്നാളിൽ അത്യന്ത ശോഭയോടെ ഞങ്ങൾ പ്രകാശിപ്പാനും സ്വർഗീയ സൈന്യങ്ങളോട് ഒരുമിച്ച് വിശുദ്ധിയോടെ നിന്നെയും പിതാവിനെയും പരിശുദ്ധ റൂഹായെയും പുകഴ്ത്തി സ്തുതിപ്പാനും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഹോശോ വബകുല സുബ്ഹാൻ ലഖോൽമീൻ. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സ്വർഗ്ഗത്തെയും ഭൂമിയെ സന്തോഷിപ്പിക്കുകയും തിരുസഭയെ ആനന്ദിക്കുകയും ചെയ്ത മശിഹാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ യഹൂദന്മാരെ ലജ്ജിപ്പിക്കുകയും തന്നിൽ വിശ്വസിച്ച ജാതികളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത മശിഹാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദുഃഖിച്ചിരിക്കുന്ന തന്റെ ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിക്കുകയും മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും ഇടയിൽ സമാധാനം വിധിക്കുകയും ചെയ്ത മശിഹാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുമേനിയിൽ സുഗന്ധം പൂശുവാൻ പുറപ്പെടുന്ന സ്ത്രീകളുടെ ഹൃദയങ്ങളെ പുനരുദ്ധാനം മൂലം സന്തോഷിപ്പിച്ച മശിഹാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഗുരു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നും അവനെ അവർക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുമെന്നും ശിഷ്യന്മാരെ അറിയിപ്പാൻ സ്ത്രീകളോ അറിവ് ചെയ്ത മശിഹാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ എഴുന്നേൽപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ കരയേറ്റുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വമുള്ള ഈ പെരുന്നാളിൽ നമ്മെ സന്തോഷിപ്പിച്ച പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാർബാലായുടെ അപേക്ഷാപൂർവം 8. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആദിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്നവനായ ഞങ്ങൾ നിന്റെ വാതിലിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാചനകൾ നൽകണമേ. കുറ്റം ചെയ്തു പോയവർ തിരിഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നവനാകിയാൽ കരുണാപൂർണനായ യേശുമിശിഹായെ ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിളിപ്പിൻ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുപിൻ ഞാൻ തുറക്കുമെന്നും ചോദിപ്പിൻ ഞാൻ തരുമെന്നും അരുളി ചെയ്തവന് സ്തുതി. മേലുള്ളവരുടെ ശരണമായ കർത്താവേ, ഞങ്ങളെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. പുറം 13. തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദ്യം അന്തവുമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. ദൈവമേ എല്ലാവരും സ്തുതിയോഗ്യമാകുന്നു. ആമേൻ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയവും ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ളതായി സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ അർപ്പിക്കുകയും നിന്റെ മഹത്വത്തിന് ശ്രേഷ്ഠത നിമിത്തം
നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധ റൂഹായോടുകൂടെ യേശുമിശിഹായ പുത്രനായ ദൈവമേ, പിതാവിനും പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊലിക്കുന്ന ദൈവകുഞ്ഞാടുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്നവനെ, നിന്റെ ചെവി ചായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലത്തെ ഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനെ, ദേതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധ റൂഹായോടുകൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. 178. ഞങ്ങളുടെ മശിഹാതമ്പരാനെ, നിന്റെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിച്ച് ആനന്ദിക്കുന്നു. നിന്റെ നിരപ്പും സമാധാനവും ഞങ്ങളിൽ വാഴുമാറാകണമേ. നിന്റെ സ്നേഹവും പ്രീതിയും ഞങ്ങളിൽ വസിപ്പിക്കണമേ. നിന്റെ ക്രൂശാരോഹണത്തെ ഞങ്ങൾ വന്ദിപ്പാനും നിന്റെ പുനരുദ്ധാനത്തെ ഏറ്റുപറയുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും നേക്ക് ഞങ്ങളുടെ ദൈവമേ, നിന്റെ കർത്തൃത്വത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവമായ മശിഹ മനസ്സോടെ ആസ്വദിക്കുകയും തന്റെ മനത്താൽ വിഗ്രഹാരാധനയിൽ നിന്ന് നമ്മുടെ വർഗത്തെ രക്ഷിക്കുകയും ചെയ്തു. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തിയവനെ വന്ദിക്കണം. തന്റെ വരുത്തേൽപ്പിനാൽ ഭൂവാസികളെ സന്തോഷിപ്പിച്ച മഹത്വനായ പുത്രൻ സത്യപ്രകാശമായി ഉദിച്ചതുകൊണ്ട് ഭൂതലം സന്തോഷിച്ചു. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തിയവനെ വന്ദിക്കണം. ഏകജാതിന്റെ കബറിന് ചുറ്റും നിന്നിരുന്ന ഉന്നതത്തിലെ ഈറന്മാർ കർത്താവ് കബറിൽ നിന്ന് എഴുന്നേറ്റു എന്നാൽ സന്തോഷവാർത്ത സ്ത്രീകളെ അറിയിച്ചു. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തിയവനെ വന്ദിക്കണം. കബറിൽ നിന്ന് എഴുന്നേൽക്കുകയും ലോകത്തെ വീണ്ടെടുക്കുകയും ചെയ്ത മശിഹ ഉറക്കത്തിൽ നിന്ന് നാം ഉടനേറ്റ് വന്ദിക്കണം. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തിയവനെ വന്ദിക്കണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശമുഖയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയുമില്ല ഇപ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശരീരപ്രകാരം മരിച്ച മരണമുള്ള നമ്മുടെ വർഗത്തെ ജീവിപ്പിച്ച ജീവനുള്ളവനും ജീവദാതാവും, മരിച്ചവരുടെ ഇടയിൽ നിദ്ര കൊണ്ടവനും, നിദ്ര പ്രാപിക്കുന്നവരെ ഉണർത്തി എഴുന്നേൽപ്പിക്കുകയും കഠിനമായ മരണത്തിന്റെ ഉറപ്പുള്ള ഭണ്ഡാരത്തെ കവർച്ച ചെയ്യുകയും മനുഷ്യവർഗത്തെ അടിമപ്പെടുത്തിയിരിക്കുന്ന മല്ലനായവനെ ബന്ധിച്ച് അവന്റെ അപകൃതത്തെ വീണ്ടെടുക്കുകയും ചെയ്ത ലോകൈക യോദ്ധാവും, മരിച്ചവരിൽ നിന്നുള്ള കടിഞ്ഞൂലായി നാശമില്ലായ്മയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ പുനരുദ്ധാനത്താൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും നാശത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്ത ഉയർപ്പും ജീവനുമായ മശിഹാതമ്പുരാന് ഉയർത്തെഴുന്നേൽപ്പിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും അതിനും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ പ്രകൃതിയാ ജീവനുള്ളവരും ജീവിക്കുന്നതിനുമായിരിക്കെ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ സ്നേഹം മൂലം കുരിശുമരണം സഹിക്കുകയും പാതാളത്തിൽ നിന്നും ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സമനസ ശവത്തിലറെ കിടക്കുകയും മരണത്താൽ നശിച്ച് ഞങ്ങളെ തൃക്കൺ പാർത്ത് ചെയ്യിപ്പാനും മരിച്ചവരിലേക്ക് താണിറങ്ങി ചെല്ലുകയും ചെയ്ത ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, ഞങ്ങളോട് കൃപയ്ക്കായി നിന്റെ വരുത്തിയെടുപ്പിന്റെ ഈ ദിവസത്തിൽ നിന്നെ ഞങ്ങൾ വന്ദിച്ച് സ്തുതിക്കുന്നു. എന്നാൽ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും 3 ദിവസം ഭൂഗർഭത്തിൽ വസിക്കുകയും ക്രൂരനായ മരണത്തെ കൊല്ലുകയും പാതാളത്തെ കൊള്ള ചെയ്ത അടിമകളെ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കുകയും ചെയ്തു. നീ ദ്രുവത്വം കാണാതെ മഹിമയോടെ ജയിച്ചെഴുന്നേൽക്കുകയും ഞങ്ങളെ നിന്നോടുകൂടെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. നിന്റെ പിതാവിന് ഞങ്ങളുടെ വർഗത്തിനും മധ്യേ സാത്താനുണ്ടാക്കിയ ശത്രുത നിന്റെ പുനരുത്ഥാനത്താൽ നീക്കി സമാധാനമുണ്ടാക്കി. സ്വർഗീയരെയും ഭൗമികരെയും തമ്മിൽ നീ യോജിപ്പിച്ചു. നിന്റെ പിതാവിൽ നിന്നൊഴുകിയ ജലരക്തങ്ങളാൽ മഹാസർപ്പത്തിന്റെ വിഷം നീ ഹനിച്ചു. ചൈതന്യപ്രദമായ രക്തത്താൽ ആദാമി സന്താനങ്ങളെല്ലാം അക്ഷയമായ ജീവനും അഴവില്ലാത്ത രാജ്യവും നീ വാഗ്ദാനം ചെയ്തു. നിന്റെ ഉയർത്തേപ്പിനാൽ ആദാമിനെ ജീവിപ്പിക്കുകയും നിന്റെ സ്വരൂപമായിരുന്ന അവനെ നീ പുതുക്കുകയും ചെയ്തു. നിന്റെ ജയത്താൽ മേലുള്ളവരെ സന്തോഷിപ്പിക്കുകയും താഴെയുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്തു. നിന്റെ ഉയർത്തേപ്പിനാൽ നാളിൽ ആത്മീയർ നിന്റെ ബഹുമാനത്തിനായി ഇറങ്ങി വന്നു. മാലാഖമാർ നിന്റെ കബറിങ്കൽ ഒരുമിച്ച് കൂടി
മേലുള്ളവർ താഴെയുള്ളവർ ഒരുമിച്ച് ചേർന്നു. സ്വർഗീയർ ഭൗമികരോട് സമാധാനപ്പെട്ടു. ആത്മീയർ ശരീരങ്ങളോട് യോജിച്ചു പാട്ടുപാടി. ഇപ്പോൾ ദൈവിക സംഗീതക്കാരനായ ദാവീദിനോടുകൂടി ഞങ്ങൾ ആർത്തു പറയുന്നത് എന്തെന്നാൽ, കണ്ടാലും കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇതാകുന്നു. വരുവീൻ, ഇതിൽ നമുക്ക് സന്തോഷാനുഭവിക്കാം. സന്തോഷത്തിന്റെ മഹാപെരുന്നാൾ ഇതാകുന്നു. ഇന്ന് മാലാഖമാർ ഭൂവാസികളോട് സന്തോഷം പ്രസംഗിക്കുന്നു. കുരിശിൽ തറച്ചുവെക്കുന്ന വിലാപവും ശിഷ്യന്മാർക്കിന്ന് ആശ്വാസവും യഹൂദന്മാർക്കിന്ന് ദുഃഖവും തിരുസഭയ്ക്കിന്ന് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നു. ഇന്ന് ജീവന്റെ പ്രത്യാശകൾ നാം സമീപിച്ചിരിക്കുന്നു. മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവൻ മരിച്ചവരെ ഇന്ന് സ്വശ്രദ്ധത്താൽ ഉണർത്തുകയും തന്റെ സൃഷ്ടിയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇത് നിമിത്തം മനുഷ്യരിൽ നിന്ന് നീ ഉയർത്തെഴുന്നേറ്റ ഈ ദിവസത്തിൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ കുറവുള്ള ഒരു പാപികളുമായ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്കും മോചനവും നൽകണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വത്താൽ രോഗികൾക്ക് സ്വസ്ഥതയും വിലവയ്ക്കുന്നവർക്ക് ആശ്വാസവും പട്ടിണിക്കാർക്ക് പോഷകവും സന്തുഷ്ടിയും ദൂരസ്ഥർക്ക് സമീപസ്ഥർക്കും രക്ഷയും സന്തോഷവും കോപിച്ചിരിക്കുന്നവർക്ക് പിണക്കത്തിൽ ഇരിക്കുന്നവർക്കും ശാന്തത നിരപ്പും പീഡിതർക്ക് ആശ്വാസവും യുവാക്കൾക്ക് പരിപക്വതയും വൃദ്ധന്മാർക്ക് താങ്ങലും വിവാഹിതർക്ക് അടക്കമൊതുക്കും കന്യാവ്രതക്കാർക്ക് മനസ്ഥൈര്യവും ധനവാന്മാർക്ക് ഔദാര്യവും അനാഥർക്ക് വിധവാർക്കും പുലർച്ചയും സഹായവും രാജാക്കന്മാർക്ക് നീതിയും ഭടന്മാർക്ക് അനുസരണയും മേൽപ്പട്ടക്കാർക്ക് ജ്ഞാനവും പട്ടക്കാർക്ക് സ്വഭാവശ്രേഷ്ഠതയും ക്ഷമാശന്മാർക്ക് നിർമ്മല ജീവിതവും പാപികൾക്ക് അപരാധികൾക്കും മോചനവും നീതീകരണവും സഭയുടെ സകല സന്താനങ്ങൾക്കും സ്ഥിരമായ നിരപ്പും സമൃദ്ധിയായ സമാധാനവും നീ നൽകണമേ. കർത്താവേ, നിന്റെ കബറങ്ങൾ നിന്നെ സ്തുതിച്ച് ബഹുമാനിച്ച മാലാഖമാരോടും വിശുദ്ധ സ്ത്രീകളോടും ശിഷ്യന്മാരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും സൽപ്രവൃത്തികളാണ് വെണ്മയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിന്റെ രണ്ടാമത്തെ പ്രത്യാക്ഷരെ മഹാദിവസത്തിൽ നിന്റെ വിശുദ്ധന്മാരുടെ സർവ്വസംഘങ്ങളോടും കൂടെ ആഹ്ലാദപൂർവ്വം നിന്നെ എതിരേൽപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധനുമായും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. തന്റെ മരണത്താൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും കബറടക്കപ്പെട്ടവരെ തന്റെ കബറടക്കത്താൽ ഉയർപ്പിക്കുകയും മരണത്തിന്റെ അധികാരത്തെ അഴിച്ചു കളഞ്ഞ് രക്ഷിക്കപ്പെട്ടവർക്ക് അതിനെ സ്വസ്ഥതയുടെ നിദ്രയാക്കി തീർക്കുകയും തന്റെ പുനരുദ്ധാനത്താൽ മരണത്തെയും സാത്താനെയും ജയിക്കുകയും ചെയ്തവനായ ഞങ്ങളുടെ നാഥ, ഈ സമയം തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളാകുന്ന ഈ ധൂപം കൈക്കൊണ്ട് സകല പാപവികാരങ്ങളെയും ഞങ്ങൾ നിന്ന് മരിപ്പിക്കണമേ. നിർദോഷമായ നിന്റെ പുണ്യജീവൻ ഞങ്ങളുടെ അവയവങ്ങളിൽ വ്യാപിക്കണമേ. ഞങ്ങളുടെ ചിന്താവൃത്തികളിൽ നിന്ന് സദ്ഗുണങ്ങളാകുന്ന പരിമളം വീശുമാറാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഹോശോ ബബുകുല സുബാൽ ഓൽമീൻ. 186. മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ മശിഹാ തമ്പുരാനെ, നിന്നെ ഉയർപ്പിച്ച പരിശുദ്ധയുടെ ശക്തിയെ ഞങ്ങൾ ബലഹീന ശരീരങ്ങളിൽ വ്യാപരിക്കണമേ. അനുഗ്രഹങ്ങൾ വളരെയുള്ളവനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോൻ. ദൈവമായ മശിഹായെ, മൂന്നാം നാളിലെ പുനരുദ്ധാനത്തെ സ്വർഗസേനകളോടുകൂടെ പുകഴ്ത്തുവാനും സന്തോഷപൂർവ്വം നിന്റെ പെരുന്നാൾ ആഘോഷിക്കാനും സകല നന്മകളും വാഴ്വുകളും നിന്നിൽ നിന്ന് പ്രാപിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അനുഗ്രഹങ്ങൾ വളരെയുള്ള കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോൻ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. നിന്റെ ഇടവേളയിലെ ആടുകളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശ്രീബയാൽ സത്യക്രിസ്ത്യാനികളെ കൊമ്പിനെ ഉയർത്തണമേ. അനുഗ്രഹങ്ങൾ വളരെയായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോൻ. കബറിൽ നിന്ന് വെളുത്തിലേക്കുകയും ലോകത്തെ വീണ്ടെടുക്കുകയും ചെയ്ത മശിഹാ തമ്പുരാനെ, ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉണർന്ന് നിന്നെ വന്ദിച്ച് സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങൾ വളരെയുള്ളവനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോൻ. രോഗികൾക്കും ഞെരുക്കത്തിലിരിക്കുന്നവർക്കും ദരിദ്രർക്കും വിധവകൾക്കും അനാഥർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ വളരെയുള്ളതായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോൻ.
നിന്റെ നിരപ്പും രമ്യതയും ഞങ്ങളോടുകൂടി ഞങ്ങളുടെ ഇടയിൽ വസിപ്പിക്കണമേ. ലോക സീമകളോളം നാനാഭാവങ്ങളിൽ നിന്റെ സമാധാനം നീ വാഴുവാറാകണമേ. അനുഗ്രഹങ്ങൾ വളരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുറിയിലായിസോൻ കുറിയിലായിസോൻ കുറിയിലായിസോൻ. പുറം 27. മാലാഖമാർ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ക്രോബേന്മാർ വാഴ്ത്തുന്ന ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ശ്രാഫ്യന്മാർ തന്റെ വിശുദ്ധതയെ ആഘോഷിക്കുന്ന മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. വിശ്വസ്ത സഭയിലെ സന്താനങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാലാഖമാർ പുകഴ്ത്തുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ആത്മീയർ ആഘോഷിക്കുന്ന ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. അഗ്നിമയമാർ മഹത്വീകരിക്കുന്ന മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. വിശ്വസ്ത സഭയിലെ സന്താനങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പേരുള്ളവർ സ്തുതിക്കുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മധ്യയുള്ളവർ പുകഴ്ത്തുന്ന ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. താഴെയുള്ളവർ വന്ദിക്കുന്ന മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. വിശ്വസ്ത സഭയിലെ സന്താനങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാറുകൾ ചെയ്യുന്ന വിശ്വരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആശ്വാസം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടം ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യശക്തിയും മഹത്വവും ഇന്നേക്കും നിനക്കുണ്ടാകുന്നു. ആമേൻ. ഇപ്പോൾ 1ഉം 2ഉം പാഠങ്ങൾ വായിക്കുന്നു. തുടർന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കുകയും അത്ര. ഒന്നാം പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചന പുസ്തകം 60-ാം അധ്യായം. യെശയ്യാവ് 60. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലമൊക്കെ ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും. നിന്റെ പുത്രന്മാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും. നിന്റെ ഹൃദയം പിടിച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം അടുക്കൽ ചേരും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാന്റെയും എഫേദയിലെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ഷെബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാറിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായി എൻ്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലേക്കും പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് അവർ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപവാസികളും തർശീശ കപ്പലുകളും ആദ്യമായി എനിക്കായി കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും.
എൻ്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു, എങ്കിലും എൻ്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും. എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്ത് ഭംഗി വരുത്തുവാനായി ലെബനോന്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ പാദസ്ഥാനത്തെ മൗക്തീകരിക്കും. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിത്തീരേണ്ടതിന് പകരം ഞാൻ നിന്നെ നിത്യ നിയമവും തലമുറ തലമുറയുള്ള ആനന്ദവും ആക്കി തീർക്കും. നീ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയെ ഞാൻ നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുപ്പുകാരനെന്നും നീ അറിയും. ഞാൻ താമ്രത്തിന് പകരം സ്വർണ്ണ വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേർ പറയും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവിടം വരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ ഇനി മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യ പ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടുത്തേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കും കൈവശമാക്കും. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയെ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഇങ്ങനെ 1-ാം പാഠഭാഗം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 1 മുതൽ 17 വരെ. കൊരിന്ത്യർ 15, 1 മുതൽ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾ ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവൻ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതാൻ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയിലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വൃത്തമായതല്ല. അവരല്ലോ അവരെക്കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചവരും അവസ്ഥയ്ക്ക് മരിച്ചവരും പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവരെ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉറപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരുദ്ധമായി സാക്ഷ്യം പറയുകയോ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷ്യം വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ഇങ്ങനെ 1-2 പാഠം അവസാനിച്ചു.
എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി
മനുഷ്യരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മനുഷ്യരുടെ പുനരുദ്ധാനം മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാനവരെ കർത്താവിനെ കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധമണ്ഡപത്തിൽ പ്രവേശിച്ച് വിശുദ്ധീനകാലത്ത് കർത്താവിനെ സഹോദരനെ നാം വണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ശിവശിവനെ ദൈവത്തിന്റെ ജീവനോചനാര്യത്തിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, ആത്മാവോടെ നിങ്ങളെ യോഗ്യരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കേലിസ്തനെഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വന്ദനപരമായ വാഴ്ത്തപ്പെടാവുന്നു നമ്മുടെ രക്ഷിതാവിന്റെ സ്തുതി തന്റെ കൊണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ ബന്ധനമായ നമ്മുടെ കർത്താവ് ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ ഉയർപ്പിനെ പറ്റി ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നാരെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുകയും എന്ന് പറഞ്ഞു.
സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വലോകത്തിലെ പിതാവും ചേച്ചനും പ്രകാശവും സത്യത്തിലുള്ള സത്യതയും ജനിച്ചനും ശിശുരാത്മനും തത്വജ്ഞാനിയായിട്ടുള്ളവരും സർവ്വശ്രീമാരും മനുഷ്യരായ സ്വർഗ്ഗദേവനെയും വിശുദ്ധമായ കന്യകയായ പുണ്യവസ്പിയാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് അവസാന ഏവർക്കും ഉയർപ്പുള്ള പെരുന്നാളിന്റെ നന്മയും സന്തോഷവും അനുഗ്രഹവും ആശംസിക്കുന്നു. മറ്റേതൊരു സമീപ കാലത്തെക്കാളും ഇന്ന് ഈസ്റ്ററിന്റെ സന്ദേശം വളരെ അനിവാര്യവും സംഗതവുമാണ് എന്നുള്ളതിന് സംശയമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈസ്റ്റർ നൽകുന്ന സന്ദേശം അതിജീവനത്തിൻ്റെ സന്ദേശമാണ്. മെസ്സേജ് ഓഫ് സർവൈവൽ. ജീവൻ നൽകുന്ന സമൃദ്ധിയായി നൽകുവാൻ ജീവൻ വെടിയുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നതോടൊപ്പം അതിജീവനവും ഉയർപ്പ് പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഉയർപ്പിലൂടെ നാം ഓരോരുത്തരും കണ്ട സന്ദേശം അതിജീവനത്തിന്റെ സന്ദേശമാണ്. 3 വ്യത്യസ്തമായ അതിജീവന അനുഭവങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്.
സർവൈവൽ ഓഫ് ദി ഷേക്കൺ മൈൻഡ്സ്. മനം തകർന്നവരുടെ അതിജീവനമാണ് ഉയർപ്പ് പ്രദാനം ചെയ്യുന്നത്. ലോക്ക്ഡൌണിന്റെ കാലം എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുമ്പോൾ ലോക്ക് ഡൗണിനേക്കാൾ ഉപരിയായി എന്തുകൊണ്ടും അനുയോജ്യമായ നാമകരണം ലോക്ക് ഡൗൺ എന്നുള്ളതാണ്. ലോകമാകമാനം ഡൗൺ ആയിരിക്കുന്നതായ ഒരു കാലം, ലോകം മുഴുവൻ നിശ്ചലമായിരിക്കുന്നതായ ഒരു കാലം. COVID-19 ഭീതിയിൽ കോടിക്കണക്കിന് ആളുകളും ലക്ഷക്കണക്കിന് ആളുകൾ രോഗബാധിതരായി, ലക്ഷത്തോളം ആളുകളുടെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുന്നതായ പ്രിയപ്പെട്ടവരും വളരെ ആത്മാർത്ഥതയോടുകൂടിയെങ്കിലും വളരെ ആകുലതയോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതായ പ്രവർത്തകരുമൊക്കെ ഇന്ന് നമ്മുടെ മുൻപാകെ ഉണ്ട്. എന്നാണ് ഇതിൽ നിന്നൊരു മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയുക? When and how to get rid of this pandemic? എങ്ങനെയാണ് ഈ വിപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുക? ഇത് ലോക അവസാനത്തിന് തന്നെ കാരണമായി തീരുമോ? ഒത്തിരിയേറെ സംശയങ്ങൾ, ഒത്തിരിയേറെ ചിന്താകുലങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈസ്റ്ററിന്റെ സന്ദേശം അതിജീവനത്തിൻ്റെതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടുന്നത്. തങ്ങളുടെ ഗുരുവിനെ നഷ്ടപ്പെട്ടതായ ശിഷ്യരും തങ്ങളെ സ്നേഹിക്കുകയും സൗഖ്യമാക്കുകയും തങ്ങളെ കരുതുകയും സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ ഗുരു മരണത്താൽ വേർപെട്ടുവെന്ന് കരുതി തളർന്നിരിക്കുന്നതായ ശിഷ്യ സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ കർത്താവിനെ അനുഗമിച്ചതായ ഒട്ടനവധി ആളുകൾക്ക് കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കേട്ടത് എത്രയോ ശ്രേഷ്ഠമായ ഉത്തേജനം നൽകിയതായ, ഊർജം നൽകിയതായ അനുഭവമാണ് എന്നുള്ളതിന് സംശയമില്ല. ആയതിനാൽ ഷേക്കൺ മൈൻഡ്സ്, മനം മരവിച്ചിരിക്കുന്ന, മനസ്സ് തകർന്നിരിക്കുന്നതായ ഒത്തിരിയേറെ ആളുകളുടെ അതിജീവനം ഈ വലിയ ഈസ്റ്ററിന്റെ സന്ദേശം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. 2, സർവൈവൽ ഓഫ് ദി ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. സത്യത്തിന്റെയും നീതിയുടെയും അതിജീവനം. സത്യത്തെ കല്ലറയ്ക്കുള്ളിൽ മൂടിവെക്കുവാൻ ശ്രമിക്കുകയും അനീതി നടപ്പാക്കി നീതിയെ പിടിച്ചു കെട്ടാമെന്നുള്ള ചിന്തകളെ തകർക്കുകയും ചെയ്തു. സത്യവും നീതിയും എല്ലായ്പ്പോഴും നിലനിൽക്കും. അനീതിയുടെ കാലഘട്ടങ്ങളൊക്കെ മാറും എന്നുള്ളതായ വലിയ അനുഭവമാണ് ഈസ്റ്റർ നൽകുന്നത്. വഴിയും സത്യവും ജീവനുമായ യേശുവിനെ നീതിയുടെ പാത തുറന്ന് അനീതിയെ തകർത്ത ക്രിസ്തുവിനെ ക്രൂശിച്ച് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അവാസ്തവമെന്നും അപ്രസക്തമെന്നും അസത്യമെന്നും പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ചിലർക്ക് നിലനിൽപ്പ് പ്രയാസമാണ് എന്ന് ഈസ്റ്റർ ഓർമ്മപ്പെടുത്തുന്നു. പിടിച്ചടക്കാവാത്ത വിധത്തിൽ സത്യവും നീതിയും ഇന്നല്ലെങ്കിൽ നാളെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് ഉയർപ്പ് നമ്മോട് പറയുന്നു. 3, സർവൈവൽ ഓഫ് ദി ഡിഫീറ്റഡ്. പരാജിതരുടെ അതിജീവനം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും ലോകം നീങ്ങുന്നു എന്ന പഠനങ്ങൾ COVID-19 പശ്ചാത്തലത്തിൽ കേൾക്കുമ്പോൾ ഒരു വലിയ പരാജയത്തെ മുന്നിൽ കാണുന്നതായ ഒട്ടനവധി ആളുകൾ തങ്ങളുടെ പ്രയത്നവും ജീവിതവും പരാജയമായി തീരുമോ എന്നുള്ളതായ സംശയം ഈ വലിയ ആത്മസംഘർഷത്തിൽ കഴിയുന്നവരോട് ഉയർപ്പിന്റെ സന്ദേശം പറയുന്നത് ഈ പരാജിത അനുഭവങ്ങളെ അതിജീവിക്കുവാൻ ദൈവം സഹായിക്കും. തങ്ങളുടെ ജീവിതവും 3 വർഷത്തോളമായുള്ള പ്രയത്നവും തങ്ങൾ ഏറ്റെടുത്ത ദൗത്യവും പരാജയപ്പെട്ടു എന്ന് കരുതിയതായ ശിഷ്യ സമൂഹം ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സന്ദേശം അതിജീവനം സാധ്യമാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഞാനും നിങ്ങളും നമ്മുടെ ഈ ലോകവും പരാജയങ്ങളിൽ നിന്ന് കരകയറുവാനായിട്ട് ദൈവം സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. ലോകം മുഴുവൻ പോസിറ്റീവായി ചിന്തിക്കേണ്ടുന്നതായ കാലം.
എന്നാൽ രോഗം പോസിറ്റീവ് ആകാതെ ഇരിക്കേണ്ടുന്നതായ കാലവും രോഗം പോസിറ്റീവ് ആകാതെയും ലോകം പോസിറ്റീവ് ആവുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും ഈസ്റ്ററിന്റെ സന്ദേശം അതിജീവനത്തിന്റെ സന്ദേശമാണ്. പരാജിത അനുഭവങ്ങളിൽ പരാജയത്തിന്റെ അനുഭവങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈസ്റ്റർ അതിജീവനത്തിന്റെ പ്രത്യാശയാണ് പകർന്നു നൽകുന്നത്. നിരാശ കൊണ്ടവർക്കും പരാജയപ്പെട്ടവർക്കും തിന്മയ്ക്കും ചതിക്കും ഇരയാക്കപ്പെട്ടവർക്കും അതിജീവനം സാധ്യമാണ് എന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വലിയ പ്രത്യാശയിൽ ഈസ്റ്ററിന്റെ ദിനങ്ങളിൽ ഒഴിഞ്ഞ ദേവാലയങ്ങളിൽ ഒഴിഞ്ഞ കല്ലറയുടെ അനുഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പ്രഭാതം വളരെ ആത്മാർത്ഥതയോടുകൂടി ആഘോഷപൂർവം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ലോക ക്രൈസ്തവ ജനത കാലങ്ങളായി നെഞ്ചിലേറ്റിയതായ അനുഭവങ്ങളിൽ കർത്താവെ, ഇന്ന് ഒഴിഞ്ഞ ദേവാലയങ്ങളിൽ ഞങ്ങൾ വളരെ ചുരുക്കം ചില ആളുകളായിട്ട് ആരാധിക്കുമ്പോൾ വീടുകളിലും ആശുപത്രികളിലും മറ്റ് ഇടങ്ങളിലുമായിട്ടൊക്കെ ഈ പ്രാർത്ഥനാ അനുഭവങ്ങളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കഴിയുന്നതായ എല്ലാവരെയും താഴ്ത്തിയേൽപ്പിക്കുക. ഈ നാളുകളിൽ ഞങ്ങളുടെ ലോകം ഒത്തിരിയേറെ പ്രയാസ അനുഭവങ്ങളിൽ നിരാശയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകാതിരിക്കാൻ തക്കവണ്ണം പ്രത്യാശയുടെ അതിജീവനത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. COVID-19 രോഗബാധിതരായി കഴിയുന്നവർ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുന്നവർ, നിരീക്ഷണത്തിൽ കഴിയുന്നവർ, ഇവരെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായ ഡോക്ടർമാർ, നഴ്സുമാർ, ഹോസ്പിറ്റൽ ആരോഗ്യ മേഖല പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, മറ്റ് സർക്കാർ ഇതര സ്ഥാപനങ്ങൾ എല്ലാവരും ഞങ്ങൾ ഓർക്കും. ഒത്തൊരുമയോടുകൂടി നിന്ന് ഈ വലിയ വിപത്തിനെ നേരിടുവാനായിട്ടുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകണം. ഇതിനെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതായ ഉത്തമ ബോധ്യവും ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുക്കത്തോടുകൂടി നമ്മളായിരിക്കുന്നു. അനുതാപ ഹൃദയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കുംഭസാരത്തിന് ഈ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലുക. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാവ് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവരും പാപികൾ മരണത്തിൽ ഇഷ്ടമില്ലാത്തവരുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എന്റെ ഹൃദയങ്ങളെ നിങ്ങളിലേക്ക് നീട്ടി എന്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചു. ഞാൻ മുഴുവനും നിങ്ങളായിരിക്കാൻ നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിക്കാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികൾ സകല വ്യാപാരങ്ങളിൽ നിന്നും എന്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിക്കാൻ, എന്റെ കണ്ണുകളെയും വ്യർത്ഥ കാര്യങ്ങളെ കേൾക്കാതിരിക്കാൻ, എന്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എന്റെ കൈകളെയും
നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി അനുദപിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിൽ സകല പാപം ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയും പുതുജീവനിൽ നിലനിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. സത്യമായ യോഗ്യനായോ
Kurilaiso,
ദിവസങ്ങളിൽ ആശാ
വിശുദ്ധീകരണത്തിനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, നിങ്ങളുടെ മേൽ ക്ഷമിക്കണമേ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായി പരിശുദ്ധനാകുന്നു. ആമേൻ. ബാരക്കുമോ. Amen.
ശുദ്ധരക്ത